ലോകം വീണ്ടും മറ്റൊരു യുദ്ധത്തിന് കാഴ്ചക്കാരാകുമോ? ഇറാൻ അമേരിക്കൻ സംഘർഷത്തിൽ വലയുന്ന പശ്ചിമേഷ്യയിൽ സമാധാനം കിട്ടാക്കനിയാകുമ്പോൾ ലോകത്തെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിവിടാൻ അണിയറയിൽ മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് അമേരിക്കയും ചൈനയും. തായ്വാനെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ കലശലാകുമ്പോൾ പോർമുഖങ്ങൾ തുറക്കാനാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത്. ചൈനയിൽ നിന്നും തായ്വാൻ കടലിടുക്ക് വഴി വേർതിരിക്കപ്പെട്ട ദ്വീപ് രാഷ്ട്രമായ തായ്വാൻ തങ്ങളുടേതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അത് പലതവണ തായ്വാൻ എതിർത്തപ്പോഴും തായ്വാന് പിന്തുണയുമായി അമേരിക്കയും രംഗത്തെത്തി. ജന്മശത്രുക്കളും ലോക നേതാക്കളുമായ അമേരിക്കയും ചൈനയും നേർക്കുനേർ എത്തിയപ്പോൾ ഇടയിൽപ്പെട്ട തായ്വാനും മറ്റു ലോക രാഷ്ട്രങ്ങളും മുമ്പിൽ കണ്ടത് മറ്റൊരു യുദ്ധത്തിനുള്ള സൈറണാണ്. ചൈനയെ ചൊടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ പതിവ് പോലെ അമേരിക്ക വിനിയോഗിക്കും. അതിന്റെ ഭാഗമായിരുന്നു പശ്ചിമ പസഫിക്കിൽ തായ്വാനെ സംരക്ഷിക്കാനെന്ന പേരിൽ അമേരിക്ക ആയുധങ്ങൾ വിന്യസിച്ചത്. ജപ്പാനിലും ഫിലിപ്പീൻസിലും ഫോർവേഡ് ബേസ് ടൈഫോൺ മിഡ് റേഞ്ച് മിസൈൽ സംവിധാനങ്ങൾ, ഫസ്റ്റ് ഐലൻഡ് ചെയിനിൽ മറൈൻ യൂണിറ്റുകളെ ആന്റിഷിപ്പ് മിസൈലുകൾ കൊണ്ട് സജ്ജമാക്കൽ, സിംഗപ്പൂരിലേക്കും ഫിലിപ്പീൻസിലേക്കും അതിവേഗ പ്രതികരണ ശേഷിയുള്ള കോസ്റ്റ് ഗാർഡ് കട്ടറുകൾ തുടങ്ങിയ വിന്യസിക്കലായിരുന്നു അമേരിക്കയുടെ നടപടി. പസഫിക്കിലേക്ക് കൈകടത്തിയുള്ള ഇരു രാജ്യങ്ങളുടെയും നീക്കം സൂക്ഷ്മമായാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇപ്പോൾ ലോകം കാണുന്ന യുദ്ധ സാഹചര്യമല്ല സൃഷ്ടിക്കുക. സ്വതന്ത്ര രാഷ്ട്രമല്ലെങ്കിൽ കൂടി ലോകത്തിലെ തന്നെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് തായ്വാൻ. തായ്വാനിൽ ഒരു ഇളക്കം സംഭവിച്ചാൽ അത് ലോകത്തെ തന്നെ ഒരുപക്ഷെ ഉലച്ചേക്കും. ലോകത്തിലെ മുൻനിര സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ കേന്ദ്രമാണ് തായ്വാൻ. മൂലധനത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പമെത്തി നിൽക്കുന്ന തായ്വാൻ ആഗോളതലത്തിലുള്ള സാങ്കേതിക നിക്ഷേപങ്ങളിലും കൃത്രിമ ബുദ്ധിയിലും മുന്നിലാണ്. ഇലക്ട്രോണിക്സ്, മെഷീനറി, സ്റ്റീൽ, കെമിക്കൽസ് എന്നിവയെല്ലാം കയറ്റുമതി ചെയ്യുന്നതിൽ ലോകത്ത് തായ്വാന്റെ പങ്ക് ചെറുതല്ല. AI രംഗത്തെ മുന്നേറ്റം കൊണ്ട് ഈ വർഷം മെയ്യിലെ കണക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയെ പോലും കടത്തിവെട്ടാൻ തായ്വാന് സാധിച്ചു. ചിപ്പ് നിർമ്മാണ രംഗത്തടക്കം ഒന്നാമനായി നിൽക്കുന്ന തായ്വാനിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തായ്വാനെ നശിപ്പിക്കുന്നതിനൊപ്പം ലോകത്തെ പല മേഖലകളുടെയും നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്നത് നിസ്സംശയം പറയാം. ലോകത്തിലെ രണ്ട് വലിയ ശക്തികൾ നേർക്കുനേർ വരുന്ന സാഹചര്യത്തെ നേരിടാൻ മറ്റ് പലതരം വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് നിലവിൽ പ്രയാസമായിരിക്കും. അമേരിക്കയെ കണ്ടുകൊണ്ടാണ് തായ്വാൻ കളിക്കുന്നതെങ്കിൽ പതിവ് പോലെ യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക തങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്തെടുക്കും. പിന്നീട് തായ്വാന്റെ അധികാരത്തിനു വേണ്ടി ഇരു രാജ്യങ്ങളും സംഘർഷം ആരംഭിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം ഊഹിക്കുന്നതിലും അപ്പുറത്താണ്. സാമ്പത്തികപരമായും സൈനികപരമായും ചൈനയുടെ 7 അയലത്ത് പോലും എത്താത്ത തായ്വാന് ചൈനയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അവിടെ രക്ഷകനായി അമേരിക്ക എത്തും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ വൻ ശക്തികൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. തായ്വാനും ചൈനയ്ക്കുമിടയിലെ കടലിടുക്കിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ പരിശീലനം പതിവാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും പലപ്പോഴായി മേഖലയിൽ വിന്യസിക്കാറുണ്ട്. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന കപ്പലുകൾ പലപ്പോഴും തായ്വാൻ അതിർത്തിക്കകത്തുകൂടി കടന്നു പോകാറുമുണ്ട്. എന്നാൽ ചൈനയെ ചെറുക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് തായ്വാൻ പ്രതികരിക്കാറില്ല. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുകയല്ലാതെ തായ്വാന് മറ്റു മാർഗമില്ല. എന്നാൽ ചൈനയുമായി നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങി തിരിക്കാനും സാധ്യതയില്ല. നിലവിൽ പാശ്ചാത്യ മേഖലയിലെ ഇറാൻ, ഇസ്രായേൽ, യുക്രൈൻ, റഷ്യ സംഘർഷത്തിലൊക്കെ തന്നെ അമേരിക്കൻ ഇടപെടൽ ഉള്ളതുകൊണ്ട് ചൈനയെ പ്രകോപിപ്പിച്ച് മറ്റൊരു യുദ്ധം കൂടി നയിക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്കയുടെ അഹന്തയ്ക്ക് കിട്ടുന്ന അടിയായിരിക്കും. തായ്വാനോട് അനുകൂല നിലപാട് സ്വീകരിച്ച് കളത്തിലിറങ്ങിയ ജപ്പാനും ചൈനയുടെ കണ്ണിൽ കരടായിട്ടുണ്ട്. തായ്വാനെതിരെ ചൈന സൈനിക നീക്കം നടത്തിയാൽ അത് ജപ്പാനെതിരെയുള്ള ഗുരുതര ഭീഷണിയായി കാണുമെന്നൊരു പ്രസ്താവന ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകേച്ചി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. പൊതുവെ ചൈന വിമർശകയായ തകേച്ചിക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ തായ്വാൻ ചായ്വുണ്ടായിരുന്നു. തകേച്ചിയുടെ പ്രസ്താവനയിൽ പ്രകോപനം കൊണ്ട ചൈന ജപ്പാനിലേക്കുള്ള ചൈനക്കാരുടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്രതീക്ഷിതമായി കിട്ടിയ ആ അടിയിൽ പതറിയത് ജപ്പാന്റെ ടൂറിസം മേഖലയാണ്. ദിനംപ്രതി വളരുന്ന അരക്ഷിതാവസ്ഥയെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങളുടെ സഹായവും തായ്വാൻ തേടുന്നുണ്ട്. നിലവിൽ ലോകത്താകെ 13 രാജ്യങ്ങൾ മാത്രമേ തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നുള്ളൂ. ഐക്യരാഷ്ട്ര സംഘടനയിലും തായ്വാന് പ്രത്യേക രാജ്യമായി അംഗത്വമില്ല. തായ്വാനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന അമേരിക്കയ്ക്കും തായ്വാനിൽ എംബസിയില്ല. എല്ലാം കൊണ്ടും ചൈനയ്ക്ക് അനുയോജ്യമായ സാഹചര്യം.
പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ സ്വാധീനമുള്ള പ്രദേശമാണ് എന്നുള്ളതാണ് തായ്വാനെ നിയന്ത്രണത്തിലാക്കാൻ ചൈന ശ്രമിക്കുന്നതിനുള്ള കാരണം. തായ്വാനെ കയ്യിലൊതുക്കിയാൽ പടിഞ്ഞാറൻ പസഫിക്കിൽ ചൈനയുടെ പങ്ക് വർദ്ധിക്കും. പക്ഷേ ചൈനയോട് സഹകരിക്കാതെ തായ്വാൻ സ്വതന്ത്ര രാജ്യമായി നിൽക്കുകയും അമേരിക്ക തായ്വാന് പിന്തുണയായി എത്തുകയും ചെയ്താൽ അത് ചൈനയ്ക്ക് ഭീഷണിയാണ്. ആ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ ചൈന എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയ്ക്കും വിനയാകും. അതുകൊണ്ട് തന്നെ തായ്വാൻ ചൈനയുടെ വലയിൽ ഒതുങ്ങാതിരിക്കാൻ അമേരിക്കയും പരമാവധി ശ്രമിക്കും. ലോകത്തെ പ്രധാന ശക്തികളായ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു അസ്വാരസ്യം കൂടി ഉടലെടുത്താൽ അത് ലോക മനസമാധാനത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഭാവിയിൽ ഒരു ഭീഷണിയാകുമെന്നതിൽ സംശയമില്ല.